ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇത്തവണത്തെ പുതുവത്സരം നമുക്ക് വ്യത്യസ്തമായ ഒരു രീതിയിൽ ആരംഭിച്ചാലോ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജനനത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ ലീലകളെ പറ്റിയും കേട്ടുകൊണ്ട് 2024 ആദ്യത്തെ ദിനം നമുക്ക് തുടങ്ങിയാലോ? ഭഗവാന്റെ ലീലാവിലാസങ്ങൾ കേട്ടും കണ്ടും ആസ്വദിക്കുന്നത് മുക്താത്മാക്കളാണ്. ബദ്ധാത്മാക്കൾ മിക്കവാറും സാധാരണ മനുഷ്യന്റെ ഭൗതിക പ്രവർത്തനങ്ങൾ വർണ്ണിക്കുന്ന കഥകൾ കേൾക്കാനും വായിക്കാനും താല്പര്യം കാണിക്കുന്നവരാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ 2 തരമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞതും, അതായത് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും. ഏത് ജീവിത പരിതസ്ഥിതിയിലായാലും ഒരുവൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും കേൾക്കാൻ ഉത്സാഹം കാണിക്കേണ്ടവനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിരപേക്ഷ സത്യമാണ്, പരമ്പൊരുളാണ്, സർവാതിശായിയാണ്. അദ്ദേഹം ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതായത്, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുന്നു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനം അമോഹനം ച വേദേശ സർവൈർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിദേവ ചാഹും. അതായത്, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വാഴുന്നു. സ്മരണയും മറവിയും ജ്ഞാനവും എന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത്. വേദത്തിൽ കൂടെ അറിയേണ്ടതും എന്നെ തന്നെയാണ്. വേദാന്തം ഉണ്ടാക്കിയതും അത് അറിയുന്നവനും ഞാൻ തന്നെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യ സമൂഹത്തിൽ അവതരിച്ചു. അതായത്, തൻ്റെ ഭക്തന്മാരെയെല്ലാം തിരികെ ഭഗവത് ധാമത്തിലേക്ക് ക്ഷണിക്കാൻ. നാം എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി അറിയാൻ താല്പര്യം കാണിക്കേണ്ടവരാണ്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അമ്പാടി എന്ന ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. എല്ലാവരും ഭഗവാനെ പറ്റി അറിയണം, മനുഷ്യജന്മം സഫലമാക്കി തീർക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചത് യദുവംശത്തിലാണ്. അതായത്, ചന്ദ്രവംശത്തിൽ നിന്നാണ് യദുവംശം വന്നത്. രാജപരമ്പരയിൽപ്പെട്ട 2 ക്ഷത്രിയ വംശമാണ് ചന്ദ്രവംശവും സൂര്യവംശവും. സൂര്യവംശത്തിൽ പിറന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീരാമ ഭഗവാനാണ്. പൊതുവെ ഭഗവാൻ ക്ഷത്രിയ വംശത്തിലാണ് പിറക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതായത്, ഭഗവാൻ പറയുകയാണ്, എൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനും വേണ്ടി, അതുകൂടാതെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നുവെന്ന്. സാധാരണ ക്ഷത്രിയരാണ് വേദത്തിനനുസരിച്ച് മനുഷ്യരുടെ സംരക്ഷണം നടത്തുന്നത്. അങ്ങനെ ഭഗവാൻ മനുഷ്യ സംരക്ഷണത്തിനും നമ്മുടെ ഭക്തന്മാരായ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉള്ള സംരക്ഷണത്തിനുമായിട്ട് മനുഷ്യ സമൂഹത്തിൽ വന്ന് പിറന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് ഒരു ഉദാഹരണം, അതായത് ഭഗവാന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ഉദാഹരണം നമുക്ക് പറഞ്ഞു തന്നു. ഉദാഹരണമായിട്ട് അദ്ദേഹം ജീവിച്ചു കാണിച്ചു, അത് നമുക്ക് പറഞ്ഞു തന്നു. അപ്പം നാം പുതുവത്സരത്തിൽ എങ്ങനെയാണ് നല്ലൊരു ജീവിതം, ഇനി നമ്മൾ എല്ലാ വർഷവും റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്, ന്യൂ ഇയർ. ഈ വർഷം നമുക്ക് ഭഗവാന്റെ ലീലകളെ പറ്റി കേട്ടും അദ്ദേഹത്തെ ജനനത്തെ പറ്റിയും കേട്ടുകൊണ്ട് നമ്മുടെ പുതിയ ദിനം നല്ലൊരു തുടക്കം നമുക്ക് കുറിക്കാം. എല്ലാവർക്കും ഹാപ്പി കൃഷ്ണ കോൺഷ്യസ് ന്യൂ ഇയർ. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഭഗവാന്റെ ജനനത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ വൃന്ദാവന ലീലകളെ പറ്റിയും ദ്വാരക ലീലകളെ പറ്റിയും നമുക്ക് കേൾക്കാം. നാളത്തെ ദിനം നമുക്ക് ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ തുടങ്ങാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.